അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാ ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ ഒരു 4-5 പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചോറിലേക്കൊരു ചെറിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊടുകറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. കഷ്ണങ്ങളാക്കി എടുത്തപ്പോൾ 1-2 അങ്ങനെ ഉള്ളു അങ്ങനെ ചോന്ന് വരുന്നുണ്ട്. എന്നാൽ മധുരമൊന്നും ആയിട്ടില്ല, പുളി തന്നെയാണ്, മൂത്ത് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1-1.5 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയും പിന്നെ കുറച്ച് അധികം കറിവേപ്പിലയും ഇട്ടിട്ട് അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് മൂക്കുമല്ലോ, തീ നന്നായി കുറച്ച് വെക്കണം. മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉലുവപ്പൊടി ഇടുന്നതും മാങ്ങ ഇടുന്നതൊന്നും ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല. ക്യാമറ ഓൺ ആവാണ്ട് ഞാൻ വീഡിയോ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഉലുവ പൊടിച്ചതില്ലെങ്കിൽ ഉലുവ ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ടത്. പിന്നെ മാങ്ങ ഇട്ടിട്ട് അതിന് ശേഷം ഇതാ അതിലേക്ക് 1-1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അത് മാങ്ങ വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്രത്തോളമാണ് നമുക്ക് ആ മാങ്ങ വെന്ത് നന്നായി ഉടഞ്ഞ് കിട്ടണം, അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് നോക്കിയിട്ട് വേണ്ടത് ഒഴിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാനത് അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദോശയാണെന്ന് കടി. അപ്പോൾ ദോശയിലേക്ക് ഇവിടെ 2 പ്ലേറ്റിലായിട്ട് ചട്നി ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ദോശ ചുട്ടിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ദോശ ചുടൽ കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റവിൽ തന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1.5 അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എരിവും പുളിയും ഉപ്പും മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു ചെറിയൊരു കറിയാണ്. അപ്പോൾ അതിലേക്ക് മധുരം എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ട്. ചിലർക്ക് മധുരം അധികം ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർക്കാം. ഇവിടെ മധുരം ഒന്ന് മുന്തി നിൽക്കണ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ 1.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ മാങ്ങയുടെ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരല്പം പെരുംജീരകപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പെരുംജീരകപ്പൊടി നിർബന്ധമല്ല, അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് ഉലുവാപ്പൊടി മാത്രം ചേർത്താലും മതി. എന്നിട്ട് കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുണ്ട് ചൂടായതിന് ശേഷം ഒന്നുകൊണ്ട് എല്ലാം കൂടി മിക്സായി ഒന്ന് പതഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ചേരുവ മതി. പിന്നെ എരിവും പുളിയും മധുരമൊക്കെ കൂടിയിട്ട് കലർന്ന ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്ന് തന്നെ വന്നൊരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഇത്. കിറ്റ്കാറ്റ് കേക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേഫർ റോൾ വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 1 കിലോൻ്റെ കേക്കായിരുന്നു. 3 പാക്കറ്റ് വേഫർ റോളാണ് ഇതിനാവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഇത് ചുറ്റും വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹോളിൻ്റെ അവിടെ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടോപ്പറും വെച്ച് നെയിമും വെച്ചിട്ട് സെറ്റാക്കി. 3.5 മണിക്കൂർ കൊണ്ട് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് വന്ന ഓർഡറാണ്. എന്നാലും അൽഹംദുലില്ലാ കഴിച്ചിട്ടെല്ലാം ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞവർ. ഒരു കേക്ക് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായാലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുക. പക്ഷേ ഇത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ സെറ്റാവും ചെയ്ത് നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.